നിയമസഭയിലെ സത്യപ്രതിജ്ഞയിൽ താരമായിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി. സത്യപ്രതിജ്ഞയ്ക്ക് പീഠത്തിലേക്ക് എത്തുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന നാമം സുരേഷ് ഗോപി ജപിച്ചതാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത്. മലയാളത്തിലായിരുന്നു കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആദ്യ അംഗത്തിന്റെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പീഠത്തിലേക്ക് കയറും മുൻപ് ഭഗവാന്റെ നാമം ജപിക്കുകയായിരുന്നു സുരേഷ് ഗോപി. സത്യപ്രതിജ്ഞയ്ക്ക് കടക്കും മുൻപ് അദ്ദേഹം കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് ചൊല്ലിക്കൊണ്ടാണ് പീഠത്തിന് അരികിലേക്ക് എത്തിയത്. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളത്തിൽ ദൈവനാമത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നോക്കി തൊഴുതാണ് അദ്ദേഹം സീറ്റിലേക്ക് മടങ്ങിയത്. സത്യപ്രതിജ്ഞയ്ക്ക് പേര് വിളിച്ചപ്പോൾ ഏറ്റവും കയ്യടി കിട്ടിയതും സുരേഷ് ഗോപിക്കാണ്. കേരളത്തിൽ നിന്നും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത MP-യും സുരേഷ് ഗോപിയാണ്. പ്രോടൈം സ്പീക്കറുടെ സഹായ പട്ടികയിൽ ഉൾപ്പെട്ട കൊടിക്കുന്നിലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. എന്നാൽ അർഹതപ്പെട്ട പ്രോടൈം സ്പീക്കർ പദവി നിഷേധിച്ചതിനാൽ പ്രതിഷേധിക്കാനായി സത്യപ്രതിജ്ഞയ്ക്കുള്ള പേര് വിളിച്ചിട്ടും പോയില്ല. കേരളത്തിലെ അംഗങ്ങൾക്കൊപ്പം കൊടിക്കുന്നിൽ പിന്നീട് സത്യപ്രതിജ്ഞ ചെയ്യും. രാഹുൽ ഗാന്ധിക്കപ്പുറം ലോക്സഭയിൽ പ്രതിപക്ഷത്തെ ആദ്യ സീറ്റിലാണ് കൊടിക്കുന്നിൽ ഇന്ന് ഇരുന്നത്. തനി കേരളീയ വസ്ത്രത്തിലാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത്. മലയാളികളായ രണ്ടുപേരാണ് കേന്ദ്ര മന്ത്രിസഭയിലുള്ളത്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ജോർജ് കുര്യൻ പാർലമെന്റിലെ ഒരു സഭയിലും അംഗമല്ല. മന്ത്രിയായി ചുമതലയേറ്റ് 6 മാസത്തിനകം ഏതെങ്കിലും സഭയിൽ അംഗമാകണം. രാജ്യസഭയിൽ നിന്ന് ജോർജ് കുര്യൻ പാർലമെന്റ് അംഗമാകുമെന്നാണ് സൂചന.